ഒരു അക്വേറിയം ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വർണ്ണങ്ങളിലും വലുപ്പത്തിലും ആകൃതിയിലുമുള്ള മത്സ്യങ്ങളെ കാണാനായിട്ട് സാധിക്കും. മത്സ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് അതിൽ നിന്നും കുറേ മത്സ്യങ്ങളെ വാങ്ങിക്കാതെ അവിടെ നിന്ന് വരാനായിട്ട് സാധിക്കില്ല. നമ്മൾ കുറേ ഗോൾഡ് ഫിഷിനെ വാങ്ങിക്കും, ഒരു 10 ഗോൾഡ് ഫിഷ്, 20 മോളി, കുറേ ഗപ്പി, ഇതിനെല്ലാം വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലെ അക്വേറിയത്തിൽ കൊണ്ടുവന്നിടും. ഇതാണ് നോർമലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയാണോ മത്സ്യങ്ങളെ വാങ്ങിക്കേണ്ടത്? മത്സ്യങ്ങളെ വാങ്ങിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ലേ? ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, എൻ്റെ പേര് നിഖിൽ വേണുഗോപാൽ. വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് Aqualagenda Studios, transforming the aquatic dreams into reality. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് മത്സ്യങ്ങളെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മുടെ അക്വേറിയത്തിലിട്ട് അവയെ നോക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇംപ്രോപ്പറായി അക്കമഡേറ്റ് ചെയ്യുന്നതിലൂടെ ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ ഈ ഫിഷ് കീപ്പിംഗ് എന്ന ഹോബിയോട് പോലും നമുക്ക് വിരക്തി തോന്നിപ്പിക്കാവുന്ന രീതിയിൽ മാറ്റിമറിക്കുന്നതാണ്. സോ എന്താണ് ആ ശരിയായ രീതി? മത്സ്യങ്ങളെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മീനിൻ്റെ കമ്പാനിയൻസ് ഓർ ടാങ്ക് മാറ്റ്സ്, ഇൻറ്റീരിയർ സ്കേപ്പ്, ഫിൽട്രേഷൻ യൂണിറ്റ്, ഫിഷ് ഫുഡ് എന്നീ 4 കാര്യങ്ങളാണ് മത്സ്യങ്ങളെ വാങ്ങുന്നതിന് മുമ്പായി നമ്മൾ പരിഗണിക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മത്സ്യങ്ങളെയും ഒരുമിച്ചിടാൻ സാധിക്കുമോ? തീർച്ചയായും സാധിക്കില്ല. ഉദാഹരണത്തിന് ഗപ്പിയെ അരവണയുടെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഗപ്പി അരവണയ്ക്ക് ഭക്ഷണമായി തീരും. ഇനി ഗപ്പിയെ സിക്ലെറ്റ്സിൻ്റെ കൂടെ ഇട്ടാലോ? സിക്ലെറ്റ്സ് അതിനെ എല്ലാം കടിച്ചു കൊല്ലും. മോളിയെയും ഗോൾഡ് ഫിഷിനെയും കുറേ എണ്ണത്തിനെ വാങ്ങി ഒരു ടാങ്കിൽ കൊണ്ടിട്ടാൽ എല്ലാം പരസ്പരം കടിപിടിച്ചാവും. അതുകൊണ്ട് ടാങ്ക് മേറ്റ്സിനെ ചൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാനായിട്ട്. ഒരു അക്വേറിയം ഷോപ്പിൽ കയറി നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ മത്സ്യങ്ങളെയും വാങ്ങിച്ചു കൂട്ടുന്നതിന് പകരമായി അക്വേറിയം ഷോപ്പിലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മത്സ്യത്തെ നമ്മൾ ചൂസ് ചെയ്യുക. ഉദാഹരണത്തിന് നിയോൺ ടെട്രയെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ കൂടെ ഇടാൻ സാധിക്കുന്ന മറ്റു മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കുക. ഒരുമാതിരിപ്പെട്ട എല്ലാ ടെട്രാ ഫിഷുകളെയും നിയോൺ ടെട്രകളുടെ കൂടെ ഇടാൻ സാധിക്കും എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതിന് പകരം ഞാൻ കുറച്ച് നിയോൺ ടെട്രേഴ്സിൻ്റെ കമ്പാനിയൻസിനെ പറഞ്ഞു തരാം. റമീനോസ് ടെട്ര, സിൽവർ ടിപ്പ് ടെട്ര, ഹോക്കി സ്റ്റിക് ടെട്ര, ഹാർലിക്കിൻ റാസ്ബോറ തുടങ്ങിയ ഫിഷുകളെല്ലാം നിയോൺ ടെട്രയുടെ കമ്പാനിയൻസ് ആണ്. ഇനി നിയോൺ ടെട്ര ഇടുന്നത് നമ്മളൊരു പ്ലാന്റഡ് ടാങ്കിലാണെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് ആൽഗെ ഈറ്റേഴ്സിനെ കൂടി ആഡ് ഓൺ ചെയ്യാം. ഉദാഹരണത്തിന് ബ്രിസിൽനോസ് പ്ലേക്കോ, സയാമിസ് ആൽഗെ ഈറ്റർ, ഗോൾഡൻ ആൽഗെ ഈറ്റർ, അമാനോഷ്യൻ മുതലായവ. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യത്തെ നമ്മൾ ചൂസ് ചെയ്തു, അവനെ നമ്മൾ ഏറ്റവും നല്ല അക്കോമഡേഷനിൽ കീപ്പ് ചെയ്യും. അതിനോട് കൂടെ തന്നെ അവൻ്റെ കൂടെ യുദ്ധം ചെയ്യാത്ത മറ്റു കമ്പാനിയൻസിനെ കൂടി നമുക്ക് വീണ്ടും ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻറ്റീരിയർ സ്കേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടെട്രകളെ എല്ലാം നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഈ ടെട്രാ ഫിഷസിന് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു അക്കോമഡേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലാന്റഡ് ടാങ്കാണ്. വളരെ ഹെവിയായി പ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റഡ് ടാങ്ക്. ഒരുപാട് ചെടികളാൽ സമ്പുഷ്ടമായ, ചെടികൾ ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് പ്രകാശം ഇൻടേക്ക് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ അമോണിയയും ഫിഷ് നിശ്വസിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം ഇൻടേക്ക് ചെയ്തുകൊണ്ട് ഫിഷിന് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന ഓക്സിജൻ വെള്ളത്തിലേക്ക് പ്രദാനം ചെയ്യുന്ന രീതിയിൽ വളരെയധികം ചെടികളാൽ സമ്പുഷ്ടമായ ഒരു പ്ലാന്റഡ് ടാങ്ക്. ഈ ചെടികളില്ലാത്ത ഒരു ടാങ്കിൽ നല്ല ഫിൽട്രേഷൻ യൂണിറ്റോടുകൂടി ഈ ടെട്രാ ഫിഷ് സർവൈവ് ചെയ്യില്ലേ എന്ന് ചിന്തിച്ചാൽ നമ്മൾ മത്സ്യങ്ങളെ സർവൈവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ല വാങ്ങുന്നത്. നമ്മുടെ സമയം, നമ്മുടെ പണം, ഇതെല്ലാം നമ്മൾ മത്സ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടെങ്കിൽ ബിക്കോസ് വി ലവ് ദം, നമ്മൾ അവരെ നമ്മുടെ അക്വേറിയത്തിലേക്ക് കൊണ്ടുവരുന്നത് അവരെ വെറുതെ സർവൈവ് ചെയ്യിപ്പിക്കാനല്ല, അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഒരു ലിവിങ് എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിൽട്രേഷൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ വെള്ളത്തിൻ്റെ ക്ലാരിറ്റിയും ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഫിൽട്രേഷൻ ഒരിക്കലും ഫിഷിന് ഹാംഫുൾ ആയിരിക്കരുത്. ഉദാഹരണത്തിന് ഒരു സം ഫിൽട്രേഷൻ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ടാങ്കിൽ അക്വേറിയത്തിൽ നിന്നും ഫിൽറ്ററിലേക്ക് പോകുന്ന വെള്ളത്തിൻ്റെ ആ ഓവർഫ്ലോയിലുള്ള ഹോളുകൾ അല്ലെങ്കിൽ സുഷിരങ്ങൾ വളരെ വലുതാണെങ്കിൽ ചെറിയ മത്സ്യങ്ങൾ ആ ഹോളിൽ കൂടി ഫിൽറ്ററിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഭാവിയിൽ വലിയ തലവേദനയായിട്ട് മാറുന്നതിനും ചാൻസ് ഉണ്ട്. അത്തരം സം ഫിൽട്രേഷൻ കണക്ട് ചെയ്തിട്ടുള്ള വലിയ ഓവർഫ്ലോയ്ക്കുള്ള ടാങ്കുകളെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് അതിലൂടെ കടന്നു പോകാത്ത വലിയ തരത്തിൽപ്പെട്ട മത്സ്യങ്ങളെയാണ്. ഇനി നമ്മൾ ഒരു 10-20,000 രൂപ ചിലവാക്കി ഒരു റെഡ് ടൈൽ ഗോൾഡൻ അരവണയെയാണ് വാങ്ങിയിരുന്നത് എന്ന് വിചാരിക്കുക.
ഈ മത്സ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റു മത്സ്യങ്ങളെ വെച്ച് കമ്പാരിറ്റീവ്ലി വെരി കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഈ മത്സ്യത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറേണ്ട രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് അല്ല. ഇത്തരം മത്സ്യങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഫിൽട്രേഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് 2-3 വർഷത്തിലൊരിക്കൽ മാത്രം വെള്ളം മാറേണ്ട രീതിയിലുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് ആണ്. കാരണം അടിക്കടിക്ക് നമ്മൾ വെള്ളം മാറുന്ന സമയത്ത് വെള്ളത്തിന്റെ പാരാമീറ്റേഴ്സ് KH, pH, ടെമ്പറേച്ചർ മുതലായ പാരാമീറ്റേഴ്സിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാകുകയും ഇവ മത്സ്യം ചത്തുപോകുന്നതിന് വരെ കാരണമാകാൻ സാധ്യതയുണ്ട്. ഇത്രയും വില കൂടിയ മത്സ്യങ്ങൾ ഒരു വാട്ടർ ചേഞ്ചിൽ കൂടെ ചത്തുപോകാൻ പാടില്ല. അതുകൊണ്ട് ഇത്തരം മത്സ്യങ്ങളെ കീപ്പ് ചെയ്യുന്ന ടാങ്കിൽ ഏറ്റവും നല്ല രീതിയിലുള്ള ഫിൽട്രേഷൻ യൂണിറ്റ്, അതായത് 2-3 വർഷത്തിലൊരിക്കൽ മാത്രം വെള്ളം മാറിയാൽ മതി എന്ന രീതിയിലുള്ള ഒരു ഫിൽട്രേഷൻ യൂണിറ്റ് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. ഫിഷ് ഫുഡ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതിൽ പോലും ശ്രദ്ധിക്കാത്ത ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ ഒരു അക്വേറിയവും അതിൽ നിറയെ ഗോൾഡ് ഫിഷും ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കാണുന്ന രീതിയിലുള്ള ഒരു ഫിഷ് ഫുഡാണ് നമ്മൾ ഗോൾഡ് ഫിഷിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നും കരുതുക. വീണ്ടും നമ്മൾ ഒരു അക്വേറിയം ഷോപ്പിൽ പോയി വേറൊരു അക്വേറിയം വാങ്ങി അതിലിടുന്നതിന് വേണ്ടി കുറെ ഏഞ്ചൽ ഫിഷിനെയും വാങ്ങിക്കൊണ്ടുവന്നു എന്നും കരുതുക. ഈ ഗോൾഡ് ഫിഷിന് കൊടുക്കുന്ന അതേ ഫുഡ് തന്നെ ഈ ഏഞ്ചൽ ഫിഷിനും കൊടുക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഫിഷ് ഫുഡാണ്, നമ്മൾ കീപ്പ് ചെയ്യുന്നതും ഫിഷാണ്. സോ ഈ ഏഞ്ചൽ ഫിഷിന് പ്രത്യേകിച്ച് വേറൊരു ഫിഷ് ഫുഡ് വാങ്ങിക്കേണ്ട കാര്യമില്ല. വാങ്ങിക്കൊണ്ടുവന്ന് കുറച്ച് ദിവസത്തിനകം തന്നെ ഈ ഏഞ്ചൽ ഫിഷ് ഗോൾഡ് ഫിഷിന്റെ ഫുഡ് കഴിച്ചു തുടങ്ങും. കാരണം ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞ പോലെ. മത്സ്യത്തിനുള്ള ഫുഡ് വാങ്ങുമ്പോൾ അക്വേറിയം ഷോപ്പ് കീപ്പറുടെ അഡ്വൈസ് അനുസരിച്ച് ഫുഡ് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യുന്ന ഫുഡിന്റെ പാക്കറ്റിന് പുറത്ത് ആ മത്സ്യത്തിന്റെ ഫോട്ടോ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ആ മത്സ്യത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ മത്സ്യത്തിൽ ആ കാറ്റഗറിയിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു വരുന്ന ഫിഷ് ഫുഡ് വാങ്ങി ആ മത്സ്യങ്ങൾക്ക് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇന്ന് നമ്മൾ 4 ഫാക്ട്സ് അനുസരിച്ചാണ് അല്ലെങ്കിൽ 4 ഫാക്ട്സ് പരിഗണിച്ചുകൊണ്ടാണ് മത്സ്യങ്ങളെ വാങ്ങിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി. അവ കമ്പാനിയൻസ് അഥവാ ടാങ്ക് മേറ്റ്സ്, ഫിൽട്രേഷൻ യൂണിറ്റ്, ഫിഷ് ഫുഡ് ആൻഡ് ഇന്റീരിയർ സ്കേപ്പ് എന്നിവയാണ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യങ്ങളെ തിരഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ഇടാൻ പാകത്തിനുള്ള കമ്പാനിയൻസിനെ മാത്രം തിരഞ്ഞെടുക്കുക. അക്വേറിയത്തിന്റെ ഇന്റീരിയർ സ്കേപ്പിന് യോജിച്ച രീതിയിലുള്ള മത്സ്യങ്ങളെ തിരഞ്ഞെടുക്കുക. ഗോൾഡ് ഫിഷിനെയോ ഓസ്കാറിനെയോ വാങ്ങി പ്ലാന്റഡ് ടാങ്കിൽ ഇടരുത്. വില കൂടിയ മത്സ്യങ്ങളാണെങ്കിൽ നല്ല ഫിൽട്രേഷൻ യൂണിറ്റ് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചെറിയ മത്സ്യങ്ങളെ വിഴുങ്ങുന്ന രീതിയിലുള്ള ഫിൽട്രേഷൻ യൂണിറ്റ് വെക്കാതിരിക്കുക. ഫിഷിന്റെ തരം അനുസരിച്ച് അവയ്ക്ക് യോജിച്ച ഫിഷ് ഫുഡ് തിരഞ്ഞെടുക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോയോട് കൂടി വീണ്ടും വരാം. അതുവരെ ബൈ.